السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى أمة سيدنا ومولانا محمد. ബോക്സ് ഓഫാക്കിയിട്ടുണ്ടാകും. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹങ്ങളെ കൊണ്ട് വിശുദ്ധമായ റമളാൻ ശരീഫിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഇൽമിന്റെ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവന്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ സദസ്സിൽ മുടങ്ങാതെ വന്നിരുന്ന പല സഹോദര സഹോദരിമാരും അല്ലാഹുവേ അവരുടെയൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. പലരും മരണപ്പെട്ടുപോയി, അവരുടെ ബർസഖിയായ ലോകം നീ നന്മയിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇന്ന് സ്വല്പനേരം നിങ്ങളോട് സംസാരിക്കുന്നത്, ഇന്ന് റമളാൻ 18 ഇന്നലെ വിശുദ്ധമായ റമളാൻ ശരീഫിന്റെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സംഭവം, അഥവാ ഇസ്ലാമിന്റെ ഇസ്സത്ത്, ഇസ്ലാമിന്റെ നിലനിൽപ്പ് തന്നെ നടന്ന ഒരു സംഭവമായിരുന്നു ബദർ ദിനം. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ചരിത്ര പശ്ചാത്തലം, അതിന്റെ സാഹചര്യങ്ങൾ, എന്തിനാണത് നടന്നത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചില വിശദീകരണങ്ങളാണ്. സൗണ്ടില്ലേ? അത് ആംപ്ലിഫയറിലെ ആ രണ്ടാമത്തെ ബട്ടൺ ഉണ്ടാവും, ഒരു പച്ച വയർ പോയതിന്റെ നേരെ മേലെ ചെറുതായിട്ടൊന്ന് കൂട്ടി നോക്കി. എന്തുകൊണ്ടാണ് ബദർ നടന്നത് എന്നും അതിന്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു? ക്ലിയർ ആയില്ലേ? ഹലോ 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 ഓക്കെ. അതിന്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കൊള്ള നടത്തിയതാണ് എന്നൊക്കെ യുക്തിവാദികളും മറ്റും പ്രചരിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, എന്തിനായിരുന്നു ബദർ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ചരിത്രപരമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് സ്വല്പനേരം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. അതിന്റെ മുമ്പ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ബദരീങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിപാദിക്കുന്നുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. അല്ലാഹു തആല പറയുകയാണ്, വലഖദ് നസറകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. ബദരീങ്ങളെ അവരോട് അല്ലാഹു തആല പറയുകയാണ്, ബദരീങ്ങളെ അല്ലാഹു തആല സഹായിച്ചു. വഅൻതും അദില്ല, കായികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അല്ലാഹു തആല ബദരീങ്ങളെ സഹായിച്ചു. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി എന്ന് ഖുർആൻ പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ച ഒരു ഹദീസ്, അല്ലാഹു തആല ബദരീങ്ങളോട് പറയുന്ന ഒരു വാചകം ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നതായി കൊണ്ട് കാണാം. യഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും.
നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്കത് പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുകയാണ്. എങ്ങനെ? ദോഷം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ലാഹു തആല കൊടുക്കുകയാണ്. എന്നാൽ ഇങ്ങനെ അല്ലാഹ് പറഞ്ഞാൽ അവർ ദോഷം ചെയ്യുമോ? ഇല്ല. ബദരീങ്ങൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾക്കൊക്കെ പുറത്തു തന്നു എന്ന് അല്ലാഹു തആല പറയുമ്പോ ബദരീങ്ങൾ ഒരിക്കലും ആ ഒരു രീതി ചെയ്യുകയില്ല. അത് അല്ലാഹുവിനറിയാം. അത്രയും സംശുദ്ധരായ ആളുകളാണത്. അവരോട് അല്ലാഹു തആല പറയുകയാണ്, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു തആല തന്നെ ബദരീങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞ സംഭവം ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അവർ ചെയ്തു പോയതും ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് പുറത്തു കൊടുത്തു. കറാവുങ്ങൾ ചെയ്തതും എനി ചെയ്യും ഖതദംബ ഗഫറല്ലാഹു ലക്കും മണ്ടറുകളെ മർതബ ഏകി കബൽ മുഹ്താജുമേ കില്ലേ എനി ബി തൗബ ഇറയവൻ വഹിയേനി കമരർ കോനറിവിത്താർ എണ്ടാറ്റൽ നബി ഹദീസരുൾ ബീടുത്താർ റാഫി എണ്ടുള്ളേ ബദീരിയോർ ഉദൈ ഊരത്താർ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മോയിൻകുട്ടി വൈദ്യർ അവിടുത്തെ പടപ്പാട്ട് എഴുതിയപ്പോൾ അതിൽ കൊടുത്ത വരികളാണിത്. ഖറാവുകൾ ചെയ്തതും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ എല്ലാ പാപങ്ങളും ഗഫറല്ലാഹു ലക്കും, അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഇത് ബദരീങ്ങളുടെ ഒരു മഹത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകിയ വലിയ ഒരു സ്ഥാനമാണ്. എന്നാൽ ഇങ്ങനെ ബദരീങ്ങളെ കുറിച്ച് നമ്മൾ പാടുകയും പറയുകയും അല്ലെങ്കിൽ അവരെ അനുസ്മരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? മഹത്തുക്കളായ പണ്ഡിതന്മാർ അതും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിലും വലിയ പ്രതിഫലമുണ്ട്, മഹത്വമുണ്ട്. അടങ്കലും നബിയാക്കൾക്കുള്ള ഫിർഔനർ അബൂജഹൽ കൂകം ഒട്ടാമേ അഹ്മദൻ നബി തിരുനാവൽ ഫിർഔനുൽ അക്ബർ എണ്ടൂരത്തോനാമേ കൊടിയോനെ കൂലത്തെ ഗസ്വത്തുല്ലളം ഖുവലൈ കേട്ടിടുവർക്കാമേ കോനാവൻ പോറുക്കും മേളാണ്ട് പിശയണ്ട് കൂറിനാർ ഉലമതാമേ. അബൂജഹൽ എന്ന മറ്റു പ്രവാചകന്മാരുടെ എതിരാളികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദ്രോഹിച്ചിരുന്ന മറ്റു പ്രവാചകന്മാരെ എതിരാളികളെക്കാൾ ഏറ്റവും കഠിന ശത്രുവായിരുന്ന അബൂജഹൽ എന്ന ആ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുകയും ആ അബൂജഹലിന്റെ ഉപദ്രവത്തെ തൊട്ട് ദീനിനെ സംരക്ഷിക്കുകയും ചെയ്ത ഈ ബദർ ചരിത്രം, ബദറിനെ കുറിച്ചുള്ളതായ പഠനം ഒരാൾ നടത്തുക അത് കേൾക്കുകയും ചെയ്യുന്നുവെങ്കിൽ കോനവൻ പോറുക്കും മേളാണ്ട് പിശയണ്ട് കൂറിനാർ ഉലമതാമേ അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അത് കാരണമായി പുറത്തു കൊടുക്കും എന്നതാണ്. കാരണം എന്താ? ബദരീങ്ങളെ ചരിത്രം എപ്പോഴും നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് പിന്തുടരാനും ആ ചരിത്രം അയവിറക്കാനും അതിന് അനുകരിക്കാനും നമ്മൾ ശ്രമിക്കും. സ്വഹാബത്തുൽ കിറാമിന്റെ ചരിത്രം നമ്മൾ പാടുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവരെ കുറിച്ചുള്ളതായ ഒരു മതിപ്പും എന്തുകൊണ്ട് അവർക്ക് ഈ സ്ഥാനം അല്ലാഹു നൽകി എന്നതിനെ കുറിച്ച് അറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും മാറിമറിയും. നമ്മുടെ ജീവിതത്തിലും അവരെ അനുകരിക്കാനും അവർ അല്ലാഹുക്ക് വഴിപ്പെട്ടതുപോലെ വഴിപ്പെട്ട് ജീവിക്കാനുമുള്ള ഒരു തോന്നലുണ്ടാകും. അതുകൊണ്ടാണ് അവരുടെ ചരിത്രം പറയുമ്പോൾ ഇത്രയും മഹത്വം മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി മോയിൻകുട്ടി വൈദ്യർ അവിടുത്തെ ഈ ബദർ പടപ്പാട്ട് എഴുതുമ്പോൾ അതിന്റെ തുടക്കം
മഹാനവറുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ബിസ്മി കൊണ്ട് തുടങ്ങാൻ കാരണം എന്ന് മഹാൻ അതിന്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് തുടങ്ങാത്ത ഏതൊരു നല്ല കാര്യവും ലാ അബ്തറു, അതിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല. ബറക്കത്തില്ലാത്ത ഒരു കാര്യമായിരിക്കും ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യം. ജോലി ചെയ്യുകയാണെങ്കിലും വസ്ത്രം ധരിക്കുകയാണെങ്കിലും ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ, ഈ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ഉമ്മമാരെ ബിസ്മി നമ്മൾ ചൊല്ലുക. ഫാൻ വേണ്ടല്ലോ, വായിലേക്ക് കാറ്റ് വന്നിട്ടൊരു ബുദ്ധിമുട്ട്. നമ്മൾ അടുക്കളയിൽ പോയി ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അതേപോലെ കറി വെക്കുമ്പോഴും അത് വിളമ്പി വെക്കുമ്പോഴും അതിലേക്ക് അരിയിടുമ്പോഴുമൊക്കെ ബിസ്മി നമ്മൾ ചൊല്ലണം. ബിസ്മി വല്ലാത്ത ഒരു അത്ഭുതകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻകാല പ്രവാചകന്മാരുടെ കാലത്തും ബിസ്മി ചൊല്ലിയിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നമുക്കെല്ലാം അറിയാമല്ലോ, ഒരു കപ്പലുണ്ട്. ആ കപ്പലുണ്ടാക്കി അതിന്റെ ബ്രേക്കും അതിന്റെ സ്റ്റെയറിങ്ങും ക്ലച്ചും ഒക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതായിരുന്നു. ബിസ്മി ചൊല്ലി നിൽക്കണം എന്ന് വിചാരിച്ചാൽ അത് നിൽക്കും, ബിസ്മി ചൊല്ലി ഓടണം എന്ന് വിചാരിച്ചാൽ അത് ഓടും. ബിസ്മി വല്ലാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു കാര്യം ബറക്കത്ത് കുറഞ്ഞതായതുകൊണ്ട് നബി തങ്ങളുടെ ഈ ഹദീസിനെ ഞാൻ മാനിച്ച് മോയിൻകുട്ടി വൈദ്യർ പറയുകയാണ്, ഞാൻ ബിസ്മി കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. എങ്ങനത്തെ ബിസ്മിയാണെന്നറിയുമോ? അഹദത്തിലെ അലിഫ് അലിഫില മഗമിയം അലിഫ് അക്ഷരം പൊരുൾ ബിസ്മില്ലാ. അരിമകലെ കുതുബനുദിനം ഖുർആനിൽ അളകൂറ്റരി കുറി ബിസ്മില്ലാ. അളകൂറ്റല കുറി ബിസ്മില്ലാ. അഹദത്തിലെ അലിഫ് അലിഫ് ലാം അല്ലാഹ് എന്ന് പറയുന്ന വിശുദ്ധമായ നാമം, ആ നാമത്തിന്റെ രണ്ട് പദമാണ് അല്ലാഹ്. അലിഫ് ലാം എന്ന് പറയുന്നത് ഒരുപാട് രഹസ്യങ്ങളുടെ കൂമ്പാരങ്ങൾ അടങ്ങിയ ഒരു വചനമാണിത്. അലിഫ് ലാം മീമിന്റെ പൊരുളിൽ ഹല്ലില്ലാത്ത ഞങ്ങളെ അലിഫോടടുത്ത മഹാന്മാരുടെ പാതയിലേക്കേകടേ. മഹത്തുക്കളായ ആളുകൾ പാടിയ ഒരു ഗാനമാണത്. അല്ലാഹുലേക്ക് അടുത്ത, അലിഫോടടുത്ത എന്ന് വെച്ചാൽ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത ആ മഹാന്മാരുടെ പാതയിലേക്ക് ഞങ്ങളെ ചേർക്കണേ. ഇങ്ങനെ അലിഫ് ലാമിന്റെ പൊരുളായിട്ടുള്ള അല്ലാഹ്, ഈ അല്ലാഹ് അടങ്ങിയിട്ടുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ വാക്യം കൊണ്ടിതാ ഞാനിത് ആരംഭിക്കുന്നു. മാത്രമല്ല അരിമകാലെ കുതുബനുദിനം ഖുർആനിൽ അളകൂറ്റല കുറി ബിസ്മില്ലാ. വിശുദ്ധ ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം ഒഴികെ മറ്റുള്ള അധ്യായങ്ങളെല്ലാം ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം കൊണ്ടാണ്. ആ മഹത്വമുള്ള വചനമായതുകൊണ്ടാണ് ഖുർആനിന്റെ എല്ലാ സൂറത്തിന്റെ തലക്കയും ബിസ്മി കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ വചനം കൊണ്ട് ഞാനിതാ ആരംഭിക്കുന്നു. എന്നിട്ട് മഹാൻ ഇതിന്റെ പശ്ചാത്തലം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ദീനി പ്രബോധനം നടത്തി. അല്ലാഹുവിന്റെ ഹബീബിന്റെ സൃഷ്ടിപ്പ് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ജിന്നുകളെയും ലോകചരാചരങ്ങളെയും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. മാത്രമല്ല നബിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചില്ല എങ്കിൽ ഈ ലോകത്തിൽ തന്നെ പടക്കില്ലായിരുന്നു എന്നും നബി വചനമുണ്ടല്ലോ. ഈ വചനമെല്ലാം കൊടുത്ത ശേഷം മഹാനവറുകൾ പറയുകയാണ്, ഇങ്ങനത്തെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ആളുകളെ സത്യപാന്താവിലേക്ക്, തൗഹീദിലേക്ക്, അല്ലാഹുവിന്റെ വഴിയിലേക്ക് നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങൾ മോഷ്ടിക്കരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ചൂത് കളിക്കരുത്, നിങ്ങൾ കുടുംബ ബന്ധം വിച്ഛേദിക്കരുത്, അയൽക്കാരെ നിങ്ങൾ സ്നേഹിക്കണം, അയൽക്കാരെ നിങ്ങൾ ദ്രോഹിക്കരുത്, കുടുംബങ്ങളുമായി നിങ്ങൾ പിണങ്ങി നിൽക്കരുത്, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സേവിക്കണം, അവരോട് ഛേ എന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത്, ആ മാതാപിതാക്കളുടെ കാൽ കീഴിലാണ് നിങ്ങൾക്കുള്ള സ്വർഗം എന്നൊക്കെ തുടങ്ങി മനുഷ്യന് ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന സുന്ദരമായ വചനങ്ങൾ ആ ഖുറൈശി ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദേഷ്യമായി, ഈർഷ്യതയായി. പെരുപ്പം പാടപ്പെല്ലാം ഒരു മുത്താലേ പെരിയോ നാമൈത് തൻ കുതിരത്താലേ അരിപ്പം മീകുമാലം അറുവാഹി ആലം മിസാനാലം അജ്സമാക്കി. നബിതങ്ങളുടെ ആദ്യകാലത്തുള്ള ആ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ബോയൻകുട്ടി വൈദ്യർ ഇവിടെ പറയുന്നത്. ആ ബഹുമാനമാക്കപ്പെട്ട, പോരിശയാക്കപ്പെട്ട നബിതങ്ങൾ ഇത്രയും നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അതവർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തു. ദ്രോഹം കഠിനമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പല നാടുകളിലേക്കും ഹിജ്റ പോവാൻ പറഞ്ഞു. പല നാടുകളിലേക്കും പോയി അവസാനം ഒരുപാട് ആളുകൾ മദീനയിലേക്ക് ഹിജ്റ പോയി. ആളുകൾ ഇങ്ങനെ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് കണ്ടപ്പോ ഈ ഖുറൈശികൾക്ക് ഒന്നുകൂടെ ബേജാറായി. അവർ പറഞ്ഞു, ആളുകളെല്ലാം ഈ നാട് വിട്ടു പോയി തുടങ്ങി, ഇനി മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുകൂടെ പോകും, അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും നമുക്ക് തടയണം എന്ന് വിചാരിച്ചുകൊണ്ട് അബൂജഹലും കൂട്ടരും നബിതങ്ങൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വധിച്ചു കളയാൻ വേണ്ടി ദാറുൻ നദ്വ എന്ന് പറയുന്ന അന്നത്തെ ഒരു ഗോഡൌണിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു ഹാളിൽ ഒരുമിച്ച് കൂടി പ്രതിജ്ഞ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ ഉറക്കിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ ഓരോ ഗോത്രത്തിലെയും ഓരോ ആളുകളെ അതിൽ ഉൾപ്പെടുത്തി എല്ലാവരും ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെട്ടിക്കൊല്ലണം. ഇതായിരുന്നു അവരുടെ തീരുമാനം. എന്തിനാ ഓരോ ഗോത്രത്തിൽ നിന്നും ആളെടുത്തത്? അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സ്വഭാവം മാറും. ഞാനല്ല, നിന്റെ കുടുംബക്കാരല്ലേ അത് ചെയ്തത്, നിന്റെ കുടുംബക്കാരല്ലേ ചെയ്തത് എന്നുള്ള പരാതി വരും. അപ്പൊ എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോ ആളുകളുണ്ടെങ്കിൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാ കുടുംബത്തിൽ നിന്നുള്ള ഓരോ ആളുകൾ അതിലേക്ക് തയ്യാർ ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി അതേ വീടിന് ചുറ്റും അവർ വീട് വളഞ്ഞു. സുബഹിക്ക് എണീക്കുമ്പോൾ വെട്ടിക്കൊല്ലാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ രാത്രി അർദ്ധരാത്രിയായപ്പോ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അങ്ങയുടെ ചുറ്റും ആളുകൾ വളഞ്ഞിരിക്കുകയാണ്. അങ്ങ് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞ് മദീനയിലേക്ക് പാലായനം ചെയ്യണം, അല്ലാഹുവിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ അത് പ്രകാരം ചെയ്ത് ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ട് നബി തങ്ങൾ കടന്നിരുന്ന സ്ഥാനത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് കിടത്തി. ഖുറൈശികളെ നേരം പുലർന്നിങ്ങനെ നോക്കുമ്പോ, നേരം വെളുവെളുത്തിങ്ങനെ വന്നപ്പോ പുതപ്പിനടിയിൽ ഒരാൾ കിടക്കുന്ന, നബി തങ്ങളുടെ പുതപ്പ് കൊണ്ട് പുതച്ച് അലി തങ്ങൾ കിടക്കുകയാണ്. ആ സമയത്ത് അവർ വിചാരിച്ചു നബി തങ്ങൾ തന്നെയാണ്. നല്ലവണ്ണം നേരം പുലർന്നപ്പോൾ പുതപ്പ് തട്ടിമാറ്റി ഷഫീഉനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരിപ്പിൽ നിന്ന് അലിയാർ തങ്ങൾ എണീറ്റു. ഇത് കണ്ടപ്പോഴാണ് നബി തങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത അവർക്ക് കിട്ടിയത്, വിവരം അവരറിഞ്ഞത്. നബി തങ്ങൾ നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്ന് സിദ്ദീഖ് തങ്ങളെയും കൂട്ടി, സാധാരണ മക്കയുടെ വടക്ക് വശമാണ് മദീനയുള്ളത്, വടക്ക് വശത്തേക്ക് പോകാതെ നേരെ തെക്ക് വശത്തോട്ടുള്ള പിന്നെ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി. അതൊരു ട്രിക്കായിരുന്നു.
മദീനയിലേക്കാണ് പോവാന്ന് ആർക്കറിയാം? ഖുറൈശികൾക്കറിയാം. അപ്പോ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ നബി തങ്ങൾ അവർ കണ്ടുപിടിക്കും. അതിന് അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് പോയി ഇവിടെയുള്ള സൗർ ഗുഹയിൽ 3 ദിവസം നബി തങ്ങളും സിദ്ദീഖ് തങ്ങളും താമസിച്ചു. ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്, ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല, സമയം ഉണ്ടാവില്ല നമുക്ക്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ തിരച്ചിലൊക്കെ അവസാനിച്ച സമയത്ത് സിദ്ദീഖ് തങ്ങളും നബി തങ്ങളും യാത്ര പോവുകയാണ്. ഒരു റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു ഇത്. അങ്ങനെ യാത്ര ചെയ്ത് 12 ദിവസം കഴിഞ്ഞ് റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. അന്ന് നബി തങ്ങൾക്ക് 53 വയസ്സ് പ്രായമായിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തിനാണ് നബി തങ്ങൾ മക്ക വിട്ടുപോയത്? നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ എന്തിനാണ് മക്ക വിട്ടുപോയത്? നബി തങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട്, കൊലപ്പെടുത്തി കളയും, കൊലപ്പെടുത്താൻ തീരുമാനിച്ചതുകൊണ്ട്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി ഒരു സുമയ്യ എന്ന് പറയുന്ന സഹോദരിയാണ്, സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ. നബി തങ്ങളോട് വിശ്വസിച്ചതിന്റെ പേരിൽ മണലാരുണ്യത്തിൽ കടത്തി അബൂജഹൽ അവരുടെ രഹസ്യഭാഗത്ത് കുന്തം കൊണ്ട് കുത്തി ക്രൂരമായി കൊലപ്പെടുത്തി. ഒന്നാമത്തെ ഇസ്ലാമിന്റെ രക്തസാക്ഷി സുമയ്യ റളിയല്ലാഹു അൻഹയാണ്, ഒന്നാമത്തെ രക്തസാക്ഷിയായത്. അങ്ങനെയുള്ള ക്രൂരതകൾ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ മണലാരുണ്യത്തിൽ മടർത്തി കലർത്തി ഭാരമുള്ളതായ കല്ല് വെച്ചു. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ചെങ്കല്ലുകൾ, ചീളുകൾ വെച്ച് അതിൽ കിടത്തി കാല് പിടിച്ച് വലിച്ചു. ഇങ്ങനെ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴാണ് മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഈ സ്വഹാബികൾക്കൊക്കെ യാത്ര പോകേണ്ടതായി വന്നത്. യാത്ര പോകുമ്പോഴും ശ്രദ്ധിക്കണം, മക്കയിൽ നിന്ന് അവരുടെ സ്വത്തുക്കളൊന്നും കൊണ്ടുപോവാൻ ഖുറൈശികൾ അനുവദിച്ചില്ല. മക്കയിൽ തന്നെ റിട്ടേക്കേണ്ടി കൊണ്ടുവന്നു. വീട്, അവരുടെ സ്വത്തുക്കൾ, ഒട്ടകങ്ങൾ, കുതിരകൾ, അവരുടെ കൃഷിസ്ഥലങ്ങൾ, അതൊന്നും കൊണ്ടുപോവാൻ, അതൊന്നും വിറ്റ് കാശാക്കാനോ കാശുണ്ടെങ്കിൽ പോലും അത് കൊണ്ടുപോവാനോ അനുവദിക്കാതെ ഒറ്റക്ക് ഒന്നുമില്ലാത്തവരായിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബിമാരെ ഹിജ്റ പോയത്. എന്തിനു വേണ്ടി? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തിനു വേണ്ടിയാ പോയത്? അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ സ്വത്ത് തരൂല എന്ന് പറഞ്ഞപ്പോ അത് വേണ്ട എന്ന് പറഞ്ഞു. ബന്ധങ്ങൾ അതും വേണ്ടെന്ന് പറഞ്ഞു. നാട് അതും വേണ്ടെന്ന് പറഞ്ഞു. അവസാനം ജീവൻ അതും കൊടുക്കുകയാണ്. ഇതാണ് ബദരീങ്ങൾ. അതുകൊണ്ടാണ് അവർക്ക് ഇത്രത്തോളം മഹത്വം ഉണ്ടാവാൻ കാരണം, കേവലം ഒരു പോരാട്ടം എന്നതിലേക്കല്ല. അങ്ങനെ നബി തങ്ങളും സ്വഹാബികളും മദീനയിലെത്തി. മദീനയിലെത്തിയപ്പോ പിന്നെ സ്വസ്ഥത കൊടുത്തോ? ഇല്ല, അവിടെയും സ്വസ്ഥത കൊടുത്തില്ല. അബൂജഹലും കൂട്ടാളികളും അവിടെ പ്രത്യേകമായി യോഗം കൂടിയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നമ്മളെടുത്ത പദ്ധതി പാളി. ഇനി നമ്മൾ വെറുതെ ഇരുന്നാൽ മദീനയിൽ പോയി മുഹമ്മദും അനുയായികളും അവിടെയുള്ള ആളുകളെ പാട്ടിലാക്കി വൻ സൈന്യമായി നമ്മളെ വന്ന് അതിക്രമിക്കും. അതുകൊണ്ട് നമുക്ക് മദീനയെ ആക്രമിക്കണം, മുഹമ്മദിനെയും അനുയായികളെയും സല്ലല്ലാഹു അലൈഹി വസല്ലം കൊലപ്പെടുത്തണം. അതിനുവേണ്ടി നമുക്ക് വലിയ ഫണ്ടുകൾ ആവശ്യമാണ്, നമുക്ക് ഫണ്ട് ശേഖരം തുടങ്ങണം. അപ്പൊ ഒരാൾ അഭിപ്രായപ്പെട്ടു, മദീനയിലേക്ക് പോയ ആളുകളുടെ സ്വത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ആ സ്വത്തുക്കളൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, അതെടുത്തു. അത് മാത്രം പോരാ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളും ഒരുപാട് സ്വത്തുകൾ എടുക്കണം. എന്നിട്ട് നമുക്ക് കച്ചവടം ചെയ്യാം. വലിയ ഒരു തുകയുമായി ഷാമിലേക്ക് പോയി കച്ചവടം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം ഉപയോഗിച്ച് പടയാളികളെയും പടക്കോപ്പുകളും കുതിരകളും ഒക്കെ വാങ്ങി നമുക്ക് മദീനയെ ആക്രമിക്കണം എന്ന് അബൂജഹൽ തീരുമാനമെടുത്തു. ഈ തീരുമാനം അവരെല്ലാവരും അംഗീകരിച്ചു. ഇവിടെ നമ്മൾ ആലോചിക്കണം, ഈ തീരുമാനം അംഗീകരിച്ച് അവർ നബിതങ്ങളും സ്വഹാബികളും ഒക്കെ ഉപേക്ഷിച്ചു പോയ, അല്ലെങ്കിൽ അവരിൽ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത സ്വത്തുകൾ സ്വായത്തമാക്കി അവരും സ്വത്തുകൾ എടുത്ത് അവർ നേരെ ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവരുടെ യാത്രകളെ കുറിച്ച്. മക്കക്കാർ പ്രധാനമായും 2 യാത്രകളാണ് നടത്തിയിരുന്നത്. ഒന്ന് ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള 2 യാത്രകൾ, യമനിലേക്കും ഷാമിലേക്കും. لإيلاف قريش
ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തുമുള്ള 2 യാത്രകൾ ഖുറൈശികൾക്ക് അല്ലാഹു തആല നൽകി. ഇത് വലിയ ഒരു അനുഗ്രഹമായിട്ട് അല്ലാഹു എടുത്തു പറയുകയാണ്. ആ കച്ചവടത്തിൽ ഒരുപാട് ലാഭങ്ങൾ അവർക്ക് കിട്ടുമായിരുന്നു. ഈ 2 യാത്രകളിൽ അവർ നടത്തിയിരുന്ന കച്ചവടത്തിന്റെ ലാഭവിഹിതം കൊണ്ടായിരുന്നു അവരുടെ ജീവിതം ഉണ്ടായിരുന്നത്. ഇത് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഫൽയഅ്ലി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ഈ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ്. ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലല്ല. അവർക്ക് ഈ 2 യാത്രകൾ അല്ലാഹു സൗകര്യപ്പെടുത്തി കൊടുത്തു, അതിലൂടെ ലാഭം നേടിക്കൊടുത്തു എന്നതിനെ കുറിക്കുന്നതായ ഒരായത്താണ്. ഈ യാത്രയാണ് അവർ ഉദ്ദേശിക്കുന്നത്, അബൂജഹൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വലിയ കുറച്ച് സമ്പത്തുകളുമായി അവിടെയുള്ള മക്കയിലുള്ളതായ പട്ടിനും മക്കയിലുള്ളതായ ചില സുഗന്ധ വ്യഞ്ജനങ്ങൾക്കുമൊക്കെ മാർക്കറ്റിൽ വലിയ വിലയുണ്ടായിരുന്നു. ഇതെല്ലാം അങ്ങോട്ട് പോയി കൊടുത്ത് അവിടെ നിന്ന് സ്വർണ്ണ നാണയങ്ങളുമായി തിരിച്ചു വരിക, അത് വിറ്റുകൊണ്ട് അതുകൊണ്ട് പടയങ്കിയും മറ്റും മേടിച്ച് മദീനയെയും നബിതങ്ങളെയും ആക്രമിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിനുമായി അവർ കാശെല്ലാം എടുത്തുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോയി എന്ന് മാത്രമല്ല, ആ കച്ചവടവുമായി വമ്പിച്ച ലാഭവുമായി അവർ ഇങ്ങോട്ട് തന്നെ മടങ്ങി വരികയാണ്. പൊന്നും ചുമയായി ബാരുന്നു വാദി ബദർ ചേരുന്നവർ തിഹാം ഊരിനൊരുങ്ങി ഖറജായി നിക്കാതെ ുവാനും സമൂതാക്കറുകളാമും ഒരു മീം സഹ്റാർ കടവേ കഫിയായ മൂപ്പനബു സുഫിയാന ദണ്ടുമുരയായി. അതിന്റെ നേതാവായി അബൂ സുഫിയാനെ നിയമിക്കുകയും അവർ വമ്പിച്ച സ്വർണവുമായി നിക്കാതെ ശാഖുകുറെ കശേഷുവാനും സമൂതാക്കറുകളാമും ഒരു മീം. ലാമുമൊരു മീം, അത് ഒരു കണക്കാണ്. വൈകുട്ടി വൈദ്യരുടെ ഈ പടപ്പാട്ട് വളരെ അത്ഭുതമാണ്. എല്ലാ ഭാഷകളും ഇതിൽ വന്നിട്ടുണ്ട്. അറബി, പേർഷ്യൻ, ഉറുദു, തമിഴ്, മലയാളം, ഒരുപാട് ഭാഷകൾ വന്നിട്ടുണ്ട്. അതേപോലെ അറബിയിലുള്ള ചില കണക്കുകളും ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ എണ്ണം പറയുന്ന ഭാഗത്ത് പറയുന്നത് ലാമും ഒരു മീം എന്നാണ്. അവരുടെ ആളുകളുടെ എണ്ണം ലാമും ഒരു മീം നിക്കാതെ ശാമുകറൈകേശുവാനും സബൂദാക്കറുകളിലാമും ഒരു മീം. ലാമ് എന്നാൽ അറബി അക്ഷരത്തിൽ അതിന്റെ എണ്ണം 40 ആണ്. മീം എന്നതിന്റെ അബ്ജദ് കണക്ക് എന്ന് അതിന് പറയാം. ഈ അബ്ജദ് കണക്ക് അനുസരിച്ച് 30 ആണ്. അപ്പൊ 40 30 അവരുടെ എണ്ണം, അഥവാ 70 ആളുകൾ 100 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള അത്രയും പൊന്ന്. മഹാൻ അത് വിശദീകരിക്കുന്നത് എത്രയെന്ന് ചോദിച്ചാൽ 50,000 പൊന്ന് ദീനാർ. ഇതുമായിട്ടാണ് അവർ മടങ്ങി വരുന്നത്. എന്തിനാണ് മടങ്ങി വരുന്നത്? ഈ സ്വത്ത് എന്തിനാ ഉപയോഗിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നബി തങ്ങളോട് വിശ്വസിച്ചതായ ആളുകളെയും ഉപദ്രവിക്കാനും അവരെ പ്രയാസപ്പെടുത്താനുമാണ് ഈ ക്യാഷ് അവർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ അവർ ഷാമിൽ നിന്ന് കച്ചവടവുമായി വരുന്നുണ്ട് എന്നും ഈ വിവരം ഇന്ന ആവശ്യത്തിനാണ് അതവർ ഉപയോഗിക്കുന്നത് എന്നും നിങ്ങളെ തുടച്ചു നീക്കാനാണ് അവരുടെ പദ്ധതി എന്നും അവർ ഷാമിൽ നിന്ന് മടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അണവാഗി റൂഹുൽ അമീൻ തൻമോളിയ അമ്പൻ പുകഴ്ന്തയ ഖൈറൽ ബറായ തുണയാർ അബൂ സുഫിയാനും ബഈറ ചുമകളും ഷാമിന്ന് ബാരുന്നു സൈറ. നബിയെ, ഈ വമ്പിച്ച പൊന്നുമായി അബൂ സുഫിയാനും 70 ഒട്ടകങ്ങൾ ചുമക്കാനുള്ള അത്ര സമ്പാദ്യവുമായി മക്കയിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ സ്വത്തും അതിലുണ്ട്. അതിന്റെ ലാഭം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആക്രമിക്കാനാണ് അവരുടെ പദ്ധതി. അതുകൊണ്ട് വേണ്ടതെന്താ വെച്ചാൽ അങ്ങ് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ഇതാ
ഇതാണ് ബദറിനെ പിടിക്കാൻ വേണ്ടി നബി തങ്ങൾ പോകുന്നത്. ഇത് കൊള്ളയാണോ? ഇതാണ് ചില യുക്തിവാദികൾ നബി തങ്ങൾ കൊള്ളയടിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. നബി തങ്ങളുടെയും സഹാബാക്കളുടെയും സ്വത്തുകൾ ഉപയോഗിച്ചാണ് ഈ കച്ചവടത്തിന് വന്നത്. അതേപോലെ തന്നെ അതിന്റെ എടുത്തു തന്നെ വെക്കുക. ഓല് സ്വന്തമായിട്ട് ജീവിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇത് അത് കിട്ടിയ കാശ് ഉപയോഗിച്ചുകൊണ്ട് നബി തങ്ങളെ ഉപദ്രവിക്കാനാണ് അവരുടെ പ്ലാൻ. ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് അള്ളാഹു പറയുന്നു, അവരെ തടയണം നബിയെ, അവരെ പിടിക്കണം നബിയെ എന്ന് അല്ലാഹു തആലയുടെ കൽപ്പന വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് നബി തങ്ങൾ മദീനയിൽ വന്നുകൊണ്ട് സ്വഹാബികളോട് പറയുന്നു, സ്വഹാബികളെ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് മെസ്സേജ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ബദറിലേക്ക് പുറപ്പെടണം. പറയേണ്ട താമസം സ്വഹാബികളെല്ലാം സജ്ജരായി. അധികാളൊന്നുമില്ലല്ലോ, 70 ആളല്ലേ ഉള്ളൂ, 70 ആളുകളുള്ളൂ. അതേപോലെ ധാരാളം സമ്പത്ത് അവരുടെ കൈവശമുണ്ട്. നമ്മുടെ സമ്പത്താണത്, അത് നമുക്ക് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞപ്പോ യുദ്ധസന്നാഹത്തിനല്ല, ഇവരെ നേരിടാൻ വേണ്ടിയാണ് അവർ മദീനയിൽ നിന്നും യഥാർത്ഥത്തിൽ വരുന്നത്. ആ പോകുന്ന സംഭവം ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ ഇങ്ങനെയാണ് നമുക്കത് സൂചിപ്പിച്ചു തരുന്നത്. ബദറുൽ ഹുദായാസീനൻ നബി ഖറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അഭിയല്ല വർണ്ണമതാപിൻ രണ്ടും അസ്വദുമാമേ. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജ, ബദറുൽ ഹുദാവായ വളരെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന പ്രവാചകർ ആ മദീനയിൽ നിന്നും പുറപ്പെടുകയാണ്. ആ സമയത്ത് ഒരു സംഘട്ടനത്തിന് പോകുമ്പോൾ, ഒരു പ്രതിരോധത്തിന് പോകുമ്പോൾ പണ്ടും മുതൽക്കേ ഉള്ളതാണ്, ഒരു കൊടി ഉണ്ടാകും. 3 കൊടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചു. അതിൽ ഒന്നാമത്തെ കൊടി അത് വെള്ള നിറത്തിലുള്ള ഒരു കൊടിയായിരുന്നു. രണ്ടാമത്തതോ സദത കൊടേക്കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തദിന നബി തൻ തോളർ മിസ് അബിലീന്ദാർ അവരത തന്നെ പിടി ചെയ്താറ്റൽ മുമ്പിലെ നിലയാകൈ. ബഹുമാനപ്പെട്ട സഅദ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ വിളിക്കുകയാണ്, യാ മിസ്അബു തആൽ, ഇങ്ങോട്ട് വരൂ മിസ്അബേ എന്ന് പറഞ്ഞുകൊണ്ട് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആ വെള്ള പതാക കൊടുത്തുകൊണ്ട് മുന്നിൽ നിർത്തുകയാണ്. പിന്നെയും 2 കൊടികളുണ്ട്. ഇദമൗഖാബാം സത്തി പുലിയലിയാർ തങ്ങൾക്കും യദലമാമുണ്ടാം സഅദ് ഇബ്നു മുആദിൽ അരശരെ ഇടബലവും നീണ്ടറങ്കവരിരുപേരും. രണ്ടാമത്തെ ഒരു കറുത്ത കൊടി ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. മൂന്നാമത്തെ കറുത്ത കൊടി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഇടവും വലവും അവരെ നിർത്തി മുന്നിലായി ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയും നിർത്തി. മുന്നിലൊരാള്, ഇടതുവശത്തൊരാള്, വലതുവശത്തൊരാള്, ഇങ്ങനെ 3 പേരും മുന്നിൽ നിന്ന് ഈ കൊടിയെ പിടിച്ചുകൊണ്ട് അവർ ബദറിലെ ലക്ഷ്യമാക്കി അങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോ അവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളോ ഒരുപാട് സാമഗ്രികളോ ഒന്നുമില്ല. കാരണം അതിന്റെ ആവശ്യമല്ല. യുദ്ധം പ്രതീക്ഷിച്ചല്ല അവർ പോകുന്നത്. അവരുടെ ലക്ഷ്യം എത്രയേ ഉള്ളൂ, മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് വരുന്ന ആ ശത്രുക്കൾ അവരിൽ മക്കക്കാരിൽ നിന്ന് പിടിച്ചു വെച്ച സമ്പത്ത് അവരിൽ നിന്ന് കൈക്കലാക്കണം. അതേപോലെ ആ ഒരു അവരുടെ സുഖകരമായ യാത്ര അത്ര എളുപ്പമാകില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ആ സമയത്ത് അവരുടെ കൈവശം എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മോയിൻകുട്ടി വൈദ്യർ പറയുകയാണ്. ഉണ്ടൊമ്പത് ഒരു കൗലില്ലാറുണ്ടും അതിൽ മികുന്താത്തുൽ ഫൂലുൽ അത് നബി പൂണ്ടേ അവരിലെ അടവസുയൂഫേട്ടുണ്ട് തിസ്അരിമാഹും.
അതദ ദുറൂഉണ്ട് 9 പടയങ്കികൾ, കുന്തങ്ങൾ. ഇത് ആകെ 9 എണ്ണം, ചില കൗലിൽ 6 എണ്ണം. അതേപോലെ തന്നെ വാളുകൾ 8 ഉണ്ട്, 8 സൈഫുകൾ, വാളുകൾ, 9 റിമാഹും 9 കുന്തങ്ങൾ. അപ്പോ 6 പടയങ്കി, അതേപോലെ 8 വാളുകൾ, 9 കുന്തം. ഇതാണ് ആകെ നേരിടാൻ അവരുടെ കൈവശം ആയുധമായിട്ടുള്ളൂ. ഇതുമായിട്ടാണ് അവർ ബദറിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു പോകുന്നത്. മോനെ നിസ്കരിക്കാനാണ് അപ്പുറത്ത് വയ്ക്കുന്നത്, സൗണ്ട് ഉണ്ടാവില്ല. അപ്പുറത്ത് നിസ്കരിച്ചാ അവിടെ ബോക്സ് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നിങ്ങളുടെ നിസ്കാരം ബുദ്ധിമുട്ടാവുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ബോക്സ് ഒഴിവാക്കിയിട്ടുണ്ട്, ശബ്ദം കേൾക്കില്ല. അപ്പോ അവർ ബദറിനെ ലക്ഷ്യമാക്കി ഈ കുറഞ്ഞ സാമഗ്രികളും ആയുധവുമായിട്ട് അവർ ബദറിനെ ലക്ഷ്യമാക്കി കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോകുന്ന ഈ സമയത്തിൽ അബൂജഹൽ നേരത്തെ പ്രഖ്യാപിച്ചല്ലോ, അവരുടെ നേതാവായ അബൂ സുഫിയാൻ അറിയാം വഴിയിൽ വെച്ച് എന്തോ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരത്രത്തോളം മക്കയിൽ നിന്ന് ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബദർ എന്ന് പറയുന്ന സ്ഥലം, ഈ ബദറിന്റെ ഒരു ഭാഗത്തു കൂടെയാണ് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുക. 150 കിലോമീറ്ററാണ് ഇന്നത്തെ മദീന ബദറിന്റെ ആ ഒരു ദൂരം. ഈ 150 കിലോമീറ്ററാണ്. അബൂ സുഫിയാന് ഭയമുണ്ട്, വഴിക്ക് വെച്ച് മുഹമ്മദും അനുയായികളും ഞങ്ങളെ പിടിക്കാൻ സാധ്യതയുണ്ടാകുമോ? കാരണം പടത്തലവനാണ്, എല്ലാ നിലക്കുള്ള ചിന്തകളും പോണമല്ലോ. പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വളരെ നിരീക്ഷിച്ചും സൂക്ഷ്മതയോടുകൂടെയും എല്ലാ ഭാഗവും നിരീക്ഷിച്ചുകൊണ്ടുമാണ് അബൂ സുഫിയാന്റെ വരവ്. അബൂ സുഫിയാന്റെ ആ വരവിനെ കുറിച്ച് മോയിൻകുട്ടി വൈദ്യർ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്: ഉരയുന്ന അബൂ സുഫിയാനും തൻ മരുവർണ്ണടികളുമായി ഉളരിശാമും വിടലായി നട ബശിയ ഭയങ്കരമായി വരും പാതയിൽ നബിയോരെയും അരികോരെയും തരമായി ബശിയനദിൽ അന്വേഷിച്ചും ദിശയോരിലും യുദ്ധമായി. കാണുന്ന ആളുകളോടൊക്കെ അന്വേഷിക്കും, ഇവിടെ ആരെങ്കിലും മദീനക്കാരായ ആളുകളെ ആരെങ്കിലും കണ്ടിരുന്നോ? പലരോടും ചോദിച്ചു, ഒരുപാട് ആളുകളോട് ചോദിച്ചു. അവസാനം ഈ ബദറിനോട് തൊട്ടടുത്ത ഒരു സ്ഥലത്തെത്തിയപ്പോ അവിടെയുള്ള ഒരു വൃദ്ധനായ ഒരാളോട് അബൂ സുഫിയാൻ ചോദിച്ചു, ഈ മദീനക്കാരായ ആളുകൾ നിങ്ങളുടെ നാട്ടുകാരല്ലാത്ത ആരെയും ഒക്കെ ഈ അടുത്ത സമയത്ത് നിങ്ങൾ ഇവിടെങ്ങാനും കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, അതെ കണ്ടിരുന്നു. 2 യുവാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ അബൂ സുഫിയാനോ ഉറപ്പായി, ഏതോ നബി തങ്ങളുടെ ചാരന്മാർ ഇവിടെയുണ്ട്, ഞങ്ങൾ പിടിക്കപ്പെടും. കാരണം അത്രയും ദ്രോഹം അവർ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് പേടിച്ചുകൊണ്ടാണ് അബൂ സുഫിയാൻ വരുന്നത്. ആ സമയത്ത് അബൂ സുഫിയാൻ അവിടെ കുറച്ച് ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടു. ചരിത്രം പറയുന്നത് ആ ഒട്ടക കാഷ്ടം അദ്ദേഹം ഒരു കമ്പെടുത്തുകൊണ്ട് കുത്തി ആ കാഷ്ടത്തെ പരിശോധിക്കുകയാണ്. പരിശോധിച്ചു നോക്കിയപ്പോ ആ കാഷ്ടത്തിലുള്ള ഈത്തപ്പനയുടെ കുരു വളരെ ചെറുതായിരുന്നു. മക്കയിലും ആ പ്രദേശത്തുമുള്ള ബദറിന്റെ ആ പ്രദേശത്തുമുള്ള ഈത്തപ്പന കുരു കുറച്ച് വലുതും മദീനയുടേത് ചെറുതുമാണ്. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി, ഇവിടെ മുഹമ്മദിന്റെ അനുയായികൾ വന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഈ നാട്ടുകാരുടെ ഒട്ടകത്തിന്റെ കാഷ്ടമല്ല, ഇത് മദീനക്കാരുടേതാണ്. അബൂ സുഫിയാൻ പേടിച്ചു. പിന്നീട് അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. പേടിച്ചു. ഉടനെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ലംലം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവരുടെ കുറഞ്ഞ ഒരു മന്ദബുദ്ധി, എന്തെങ്കിലുമൊക്കെ പിരികേറ്റി വിട്ടാൽ ഉഷാറായിട്ട് ചെല്ലുന്ന ഒരു മനുഷ്യനാണ് ഈ ലംലം എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വേഗം മക്കയിലേക്ക് പോവണം, എന്നിട്ട്
നമ്മുടെ ഈ സംഘത്തെ 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ഈ സമ്പത്തിനെ ബദറിൽ വെച്ചുകൊണ്ട് മുഹമ്മദും അനുയായികളും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരോട് സംഘട്ടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വൻ സൈന്യത്തെ ഇങ്ങോട്ട് അയച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സുഫിയാൻ ഖുറൈശികളുടെ അടുത്തേക്ക് ഒരു ദൂതനായി അയക്കുകയാണ് ഈ ലംലം എന്ന് പറയുന്നതായ ഈ ഒരു മനുഷ്യനെ. അങ്ങനെ ലംലം ഈ വാർത്ത പറയുന്നതിന് വേണ്ടി അങ്ങോട്ട് ഓടി ഓടി പോവുകയാണ് മക്കയെ ലക്ഷ്യമാക്കി. 3 ദിവസം വേണം. അത്ര സ്പീഡിൽ പോയാൽ തന്നെ ബദറിൽ നിന്നും മക്കയിലേക്ക് എത്താൻ അന്നത്തെ കാലത്ത്. ലംലം അങ്ങനെ യാത്ര പോവുകയാണ്. യാത്രയിലുടനീളം ഈ ലംലം അദ്ദേഹം സഞ്ചരിക്കുന്ന ഒട്ടകത്തിന്റെ ചെവിയുടെ ഒരു ഭാഗം മറുത്ത് അതിന്റെ ബ്ലഡെല്ലാം മുഖത്തൊക്കെ ചേർത്ത് ഒരു ഭ്രാന്തനെ പോലെ യുദ്ധക്കളത്തിൽ നിന്ന് വരുന്നു എന്ന ഒരു പ്രതീതി മക്കക്കാരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതും അനുകരിച്ചുകൊണ്ട് നേരെ മക്കയിലെത്തി. മക്കയിലെ ജബൽ അബുൽ ഖുബൈസ് എന്ന് പറയുന്ന ഒരു പർവ്വത നിരയുണ്ട്. നമ്മളപ്പോ മക്കയിലേക്ക് പോയി ഉംറയൊക്കെ നിർവഹിച്ച് ഇങ്ങോട്ട് മുന്നോട്ട് വന്നാൽ ഇപ്പോഴുള്ള രാജാവിന്റെ ഒരു കൊട്ടാരാണ് ആ ജബൽ അബി ഖുബൈസ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ആ കൊട്ടാരത്തിന്റെ ആ ഒരു പർവ്വതം, ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയാൽ ആ മക്കയിൽ താമസിക്കുന്ന എല്ലാ വീടുകളും കാണാം. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും കേൾക്കുകയും ചെയ്യും. ആ ഒരു പർവ്വതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ലംലം ഇങ്ങനെ വരികയാണ്. ഇതിനിടയിൽ മക്കയിൽ വേറൊരു സംഭവം നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായിയായിരുന്ന ആതിഖ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ പിതാവിന്റെ സഹോദരി, നബി തങ്ങളുടെ അമ്മായി, അവർ ഒരു സ്വപ്നം കണ്ടു. ഈ ലംലം പുറപ്പെട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം? അറിയാത്ത പരിചയമില്ലാത്ത ഒരാൾ, അയാൾ വന്നുകൊണ്ട് ഈ ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി മക്കക്കാരെ നിങ്ങൾക്കെല്ലാം നാശം സംഭവിക്കാൻ പോകുന്നു, മക്കക്കാരെ നിങ്ങൾക്കെല്ലാം നാശം സംഭവിക്കാൻ പോകുന്നു എന്ന് ഒരാൾ വിളിച്ചു പറയുന്നു. സ്വപ്നമാണ്. ആതിഖ പറയാണ്, ഞാൻ ആ സ്വപ്നം കേട്ടുകൊണ്ട് ആ സ്വപ്നത്തിലുള്ള വിളിയാളം കേട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ ഭ്രാന്തനെ പോലെ വലിയ ഒരു കല്ലും ഉരുട്ടിക്കൊണ്ട് ജബൽ അബി ഖുബൈസിന്റെ മുകളിലേക്ക് കയറി പോകുന്നു. അവിടെ എത്തി ആ കല്ല് താഴോട്ട് ഉരുട്ടിവിട്ടു. ആ കല്ല് പല പല ചീളുകളായി തെറിച്ച് മക്കയിലുള്ള എല്ലാ ജനങ്ങളുടെയും വീടുകളിൽ ആ കല്ലുകൾ എത്തി. ഈ ഒരു സ്വപ്നമാണ് ആതിഖ റളിയല്ലാഹു തആല അൻഹ കണ്ടത്. ഈ സ്വപ്നം കണ്ടു ലംലം അവിടുന്ന് പോന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ, മക്കയിൽ എത്തിയിട്ടില്ല, ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുമില്ല. അപ്പോഴേക്ക് അല്ലാഹു തആല ആതിഖ ബീവിയിൽ ഒരു സ്വപ്നം ദർശിപ്പിച്ചു. ഈ സ്വപ്നം കണ്ട വിവരം സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബി തങ്ങൾ പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ നീ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച നബി തങ്ങളുടെ അളാപ്പയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണ് ആതിഖ റളിയല്ലാഹു അൻഹ. അബ്ബാസ് തങ്ങളോട് സഹോദരി ആതിഖ ഈ സംഭവം പറഞ്ഞു. വലിയ പണ്ഡിതനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കക്കാർക്ക് വലിയ ഒരു വിപത്ത് വരാനുണ്ട്, അതിന്റെ സൂചനയാണ് ഇത്. നീ ഒരു കാര്യം ചെയ്യൂ, ഈ രഹസ്യം, ഈ സ്വപ്നം കണ്ട കാര്യം ഒരാളോടും നീ പറയരുത് എന്ന് ആതിഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അൻഹയോട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ ഈ വാർത്ത കേട്ടപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ടെൻഷനായി. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എതിർവശത്ത് നിന്നും ഒരാൾ വരുന്നു. അവരുടെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൂട്ടുകാരനാണ് വലീദ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയിട്ടില്ല. വലീദ് ശത്രുവാണെങ്കിലും അവർ കൂട്ടുകാരാണ്. അബ്ബാസ് തങ്ങളുടെ മുഖത്തുള്ള ഈ ഒരു വിഷമം കണ്ടപ്പോ വലീദ് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എന്താണ് അബ്ബാസേ മുഖത്തൊരു വിഷമം? ഉരത്തില്ലംബാസും ഉളേരി തന്റെ ശുഹലിൽ പോയി ഉറ്റേതൻ സ്വാഹി വലീദെ കണ്ട് ബശിക്കലായി കരുത്തിൽ ബിരുത്തായണ്ടൊരു സത്യം ചെയ്യിച്ചു കണ്ട കിനാവിൻ്റെ വാർത്ത കൊല്ലും അറിയിച്ചു. ആരോടും
പറയരുത് എന്ന് പറഞ്ഞ അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ എന്താ മുഖത്തൊരു വിഷമം എന്ന് പറഞ്ഞപ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. വലീദ് വിട്ടില്ല. വലീദ് പറഞ്ഞു, എന്തോ ഉണ്ട്, നിങ്ങളുടെ മുഖം മ്ലാനമായിരിക്കുന്നു. ആ സമയത്ത് വലീദിനോട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എങ്ങനെ പറഞ്ഞു കൊടുത്തത്? കരുത്തുൽ സത്യം ചെയ്യിച്ചു, കയ്യിൽ പിടിച്ച് സത്യം ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇതാരോടും പറയരുത്. ഒരു കാര്യം ഞാൻ പറയാം, കണ്ടേ കീനാവിന്റെ വാർത്ത കൊല്ലും അറിയിച്ചു. കണ്ട ഈ സ്വപ്നം വലീദിനോട് അങ്ങോട്ട് പറഞ്ഞു. വലീദും വലിയ പണ്ഡിതനാണ്, വലീദിനും അതിന്റെ വിഷയം മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ ഹിജ്റ പോയില്ലെങ്കിലും നിങ്ങൾ ഇപ്പോഴും മുഹമ്മദിന്റെ ആളുകളാണ് തന്നെയല്ലേ, കുടുംബക്കാരല്ലേ, അപ്പൊ അവരോട് ചായ്വുണ്ടാകും. ഇങ്ങനെയുള്ള ഓരോ കഥകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കുകയാണോ, ഞങ്ങളെ നിങ്ങളാകെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പരിഹസിച്ചു. മാത്രമല്ല ഈ വിവരം നേരെ പോയി അബൂജഹലിനോടും കൂട്ടക്കാരോടും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആര്? ഈ വലീദ് എന്ന് പറയുന്ന മനുഷ്യൻ. അങ്ങനെ അവരെല്ലാവരും കൂടി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും ആത്തിഖ റളിയല്ലാഹു അൻഹയെയും പരിഹസിക്കാൻ തുടങ്ങി. ഇതുവരെ മുഹമ്മദായിരുന്നു അവരിൽ പ്രവാചകനായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ മുഹമ്മദിന്റെ കുടുംബത്തിൽ ഒരു നബിച്ചിയും ഇറങ്ങിയിട്ടുണ്ട്. ആ നബിച്ചിയും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രവചിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ആത്തിഖ റളിയല്ലാഹു അൻഹയെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും ഇങ്ങനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ഈ സ്വപ്നം അവിടെ പുലരുകയാണ്. ജബൽ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിൽ നിന്ന് വലിയ ഒരു അട്ടഹാസം, ആ അട്ടഹാസം കേട്ട് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. പെട്ട ഖുബൈസിൽ പാകുട്ടിന്നോരട്ടാതി പിട്ടത് ലംലമതാൻ പിത്തം പാതൈ തിരു ഹസ്തം ശിരസനിൽ ബത്തി വിളിത്തുരത്താൽ. പെട്ടെ കുബൈസിൽ പകുട്ടിന്നൊരതിവിറ്റൈ ഇളം താൻ തലയിൽ കൈവച്ചുകൊണ്ട് ഒരട്ടഹാസം ജബൽ കുബൈസിൽ നിന്ന് പെട്ടുവരികയാണ്. തിട്ടമേദിക്കുകൾ ഒക്കെയും മുക്കിയെ മക്കമിൽ മിക്കവരെ തിങ്കലായുങ്കകൾക്കിറങ്ങിയവൻ ബല സംഗീതം കേളുവീരേ. മക്കക്കാരെ, നിങ്ങൾക്ക് വലിയ ഒരു സങ്കടം വരാനുണ്ട്, വലിയ ഒരു ബലാ വന്നിരിക്കുകയാണ്. മുട്ടിയുമൈകളെ ഒട്ടകം പൊൻകളും പട്ടും പറിത്തിടുവാൻ മുന്തി മുഹമ്മദും തൻ തുണയാർകളും ബന്ധിരിക്കുന്നറിവീ. നിങ്ങൾ ബേജാറാവേണ്ട സമയമാണ്. വലിയ ബലാ വരാൻ പോവാണ്. മുഹമ്മദും അനുയായികളും നിങ്ങളുടെ സമ്പത്തുകൾ പിടിച്ചു വച്ചിരിക്കുകയാണ്. ബദറിൽ വലിയ സംഘട്ടനം നടക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബദറിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരട്ടഹാസം ഈ ജബൽ അബി ഖുബൈസിൽ നിന്ന് നേരത്തെ അബൂ സുഫിയാൻ പറഞ്ഞുവിട്ട ആ ലംലം ഉറക്ക വിളിച്ചു പറയുകയാണ്. ഈ വാർത്ത കേട്ടപ്പോൾ അവരുടെ പരിഹാസങ്ങളെല്ലാം നിലച്ചു. ദേഷ്യം കൊണ്ട് അവർ മതിമറന്നു. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് പുറപ്പെടണം, ബദറിൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ബദറിലേക്ക് അബൂജഹലും കൂട്ടരും പുറപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എതിരിടുന്നതിന് വേണ്ടി. ആ പുറപ്പെടുന്ന സമയം എങ്ങനെയാണ് അവർ പുറപ്പെട്ടത്? ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ അത് ഈ രീതിയിലാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. പുറപ്പെട്ട പുജാഹിലുടൻ കിബ്ർ പൊങ്കിയെഴുന്ന് ലിബാസ് ചമൈന്ത് പുതുമാ കസബീട്ടുകൾ ബൈത്തു ഹരീറുമുടുത്തിടവേ മിക മികവായ പട്ടുകളാൽ ഇളമേൽമ ചട്ടകളും അരിനാട ചൊട്ടികളും പല പണി പുതുവായെടുത്തൊരു ഖാതം വിരൽക്ക് പതിത്തിടലായി.
അബൂജഹൽ ഒരുങ്ങിയ ആ ഒരു ഒരുക്കത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പുതുമ നിടഞ്ഞതായ ഒരു പട്ടുവസ്ത്രം ധരിച്ചു, ഒരുപാട് മേൽക്കോയ്മകൾ അതിൽ ചുറ്റി, മേലെ ഒരു പടയങ്കി ധരിച്ചു, ഒരുപാട് വർണ്ണമുള്ള ആഭരണങ്ങൾ അദ്ദേഹത്തിന്റെ അരയിൽ കെട്ടി. മാത്രമല്ല മറിയം സുവനം പല ജൗഹറും ബത്ത് പണിത്തൊരു താജത് ചൂടി, മനതിൽ കിബിരത്തിനെയും ചിതമായി പുനയവനാക സജ്ജിരമാം ഒരു വാൾ കശിക്കകമേ ഒരു മേട പട്ടയുമേ അതിനകം മഹബേലുകളൊക്കെ ഉദത്തിലെടുത്ത് മതിത്തിടവേ. സ്വർണത്താലും വജ്രത്താലും ഒക്കെ തിളങ്ങുന്ന വലിയ ഒരു താജ്, ഒരു കിരീടം അവന്റെ തലയിൽ ചൂടി. അങ്ങനെ 1200ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിടുന്നതിന് വേണ്ടി അവർ ബദറിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുകയാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വേറൊരു സംഭവം നടന്നു. നബി തങ്ങൾ ബദറിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ അബൂ സുഫിയാനും സംഘവും വേറൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടുപോയി. അവരെ കിട്ടിയില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കൽപ്പന വരുന്നത്. അത് വല്ലാത്ത ഒരു കൽപ്പനയായിരുന്നു. ഇവിടെ മക്കയിൽ നിന്ന് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും വധിക്കാൻ വേണ്ടി വലിയ സൈന്യവുമായി വരുന്നു. നബി തങ്ങൾ പോയ ലക്ഷ്യം അത് നടന്നില്ല. ഇനി എന്ത് ചെയ്യും? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സ്വഹാബികളോട് പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പാർത്തേകാതേനും റാവി മോളി കേപിൻ ഫളലൽ നബിയും സഹാബരെല്ലാം പവനം ദഫ്റാ നതലതിലതി പാർപദിനാ അരുളല ജിബ്രീൽ ശിന്ദ് ബന്ദ് തിരുനബി കിറയോൻ സലാമൊളിന്ത് കരമെറ്റി നബി ചൊടിയേ ഗലന്ത് അമരർ അരുൾ ആയത്തോദേ. വിശുദ്ധ ഖുർആനിലെ ഒരായത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. നബിയെ, പോയവർ പോവട്ടെ നബിയെ, അതിനേക്കാൾ വലുത് അല്ലാഹു തആല നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് നബിയെ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആ നഷ്ടപ്പെട്ടു പോയതായ, അങ്ങ് ഉദ്ദേശിച്ചു വന്നതായ നിങ്ങളുടെ തന്നെ സ്വത്തുകൾ നിങ്ങൾക്ക് തിരിച്ചു വേണോ? അതല്ല നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്നതായ ശത്രുക്കളെ ഒരു പാഠം പഠിപ്പിക്കണോ? ഇതിലേത് വേണം? രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? അല്ല നഫീറയോ ഏതാകും ഉമയ്ക്കിപ്പോൾ വേണ്ടയണ്ടും ഉങ്ങൾക്കല്ലാ ഏകി വഴ. രണ്ടാലൊരു കാര്യം, ഒന്നുകില്ല ബഹീറ ഒട്ടക കൂട്ടങ്ങളെ അങ്ങേക്ക് തരാം, അതല്ല എങ്കിൽ അങ്ങയെ ഉപദ്രവിക്കുന്ന, അങ്ങക്ക് ഇവിടെ വന്നിട്ടും സ്വസ്ഥതയില്ലാത്ത ജീവിതം നയിക്കാൻ അങ്ങയെ പ്രേരിപ്പിക്കുന്ന ആ ഖുറൈശികളോട് പാഠം പഠിപ്പിക്കണം. ഏതാണ് നബിയെ അങ്ങേക്ക് വേണ്ടത് എന്ന രണ്ടാലൊരു കാര്യം തീരുമാനിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. നബി തങ്ങൾ സ്വഹാബികളോട് കൂടി ആലോചന നടത്തി. ഏത് വേണം സ്വഹാബികളെ? ഒരുപാട് സ്വഹാബികൾ പറഞ്ഞു, നബിയെ, നമ്മൾ വന്നത് അതിനല്ലേ, അപ്പൊ അത് അല്ലാഹു തരാന്ന് പറയുമ്പോൾ അത് പോരെ നമുക്ക്? നബി തങ്ങളുടെ മുഖം വിശാലമായില്ല. സമ്പത്തിനേക്കാൾ ദീനീ പ്രബോധനം സുഖകരമാക്കുക, ഭയം കൂടാതെ അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവുക, ഇതിനല്ലേ പ്രാധാന്യം. ഓരോ ആളുകൾ അതിൽ വന്ന് ഓരോ അഭിപ്രായം പറഞ്ഞെങ്കിലും നബി തങ്ങളുടെ മുഖം മ്ലാനമായി കൊണ്ട് തുടങ്ങുന്നപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. നബി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, എന്താണ് അങ്ങ് മിണ്ടാതിരിക്കുന്നത്?
വിഷമിക്കുന്നത്? എന്താണ് അങ്ങ് വിഷമിക്കുന്നത്? ഒന്നും ആലോചിക്കണ്ട നബിയേ. അങ്ങ് എന്താണോ പറയണതെങ്കിൽ, അങ്ങ് എന്താണോ കൽപ്പിക്കുന്നതെങ്കിൽ അത് ചെയ്തുകൊണ്ടുള്ള പരിചയമല്ലേ ഞങ്ങൾക്കുള്ളൂ. എന്ത് അങ്ങ് പറഞ്ഞാലും ഉദ്ദേശിച്ചാലും നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണ് നബിയേ, അതിങ്ങ് പറഞ്ഞുകൊള്ളുക. മുൻകാല പ്രവാചകന്മാരുടെ അനുയായികൾ നീയും നിന്റെ അള്ളയും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല നബിയേ. അങ്ങ് പറഞ്ഞോ ഈ വെളുന്ന ഒരു വലിയ സമുദ്രത്തിലേക്ക് എടുത്ത് ചാടണമെന്നാണ് അങ്ങ് പറയുന്നതെങ്കിൽ അതും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് നബിയേ. സ്വഹബാരടങ്കലിൽ അഹദവൻ തന്റെ മെഹബൂബർ പിണ്ടാനേ നമുക്ക് താനവൻ രണ്ടിനിൽ വഅദ ചെയ്തോണ്ടിനി ജയമാക്കും എണ്ടാനേ, ജയമാക്കും എണ്ടാനേ. നബി തങ്ങളുടെ ഈ അബൂബക്കർ തങ്ങളുടെ ഈ വാക്ക് കേട്ടപ്പോ നബി തങ്ങൾ സന്തോഷിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് വിജയം തരും സ്വഹാബികളെ, അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തും സ്വഹാബികളെ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബേജാറാവണ്ട. അല്ലാഹു തആല രണ്ടാലൊരു വഴി നമുക്ക് തീരുമാനിക്കാൻ തന്നിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ വഴി നമുക്ക് സ്വീകരിക്കാം. ആ രണ്ടാമത്തെ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോവാം. അതിലൂടെ ഭാവിയിലും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഒരു അവസരം നമുക്ക് വന്നു ചേരും. അതുകൊണ്ട് രണ്ടാമത്തെ വഴി നമുക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളോട് എതിരിടുന്നതിന് വേണ്ടി ബദറിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെയാണ് ബദർ സംഘട്ടനവും നടക്കുന്നതും. ആ ബദർ യുദ്ധം ആരംഭിച്ച് അതിൽ 313 സ്വഹാബികൾ ഷഹീദാവുകയും 70 ചില്ലാനും ശത്രുക്കൾ കൊല്ലപ്പെടുകയും അത്ര തന്നെ ആളുകളെ ബന്ദിയാക്കുകയും ചെയ്ത് പിന്നീട് ഒരിക്കലും മക്കക്കാരെ പേടിച്ചുകൊണ്ട്, ഖുറൈശികളെ പേടിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം വിശുദ്ധമായ ദീനിനും നബിതങ്ങൾക്കും ബദറിലും പരിസര പ്രദേശങ്ങളിലും മക്കയിലും അടക്കം ഇല്ലാതാവുകയും ചെയ്ത വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിയ ഈ വലിയ ഒരു സംഭവം നടന്നത് റമളാൻ 17-നായിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഇന്നലെ ഞാൻ നോയിട്ട് തറാവിലേശം പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് ബദറിലേക്ക് പോയി അവിടെ യുദ്ധം നടക്കുന്നത്. ശത്രുക്കളുടെ ഏറ്റവും വലിയ ധീരന്മാരായി കണ്ടിരുന്ന അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ് ഇങ്ങനെ തുടങ്ങിയ പ്രധാനികളെല്ലാം ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും അങ്ങനെ അവർ വിശുദ്ധമായ സത്യത്തെ പുൽകുകയും പിന്നീട് ആ മക്കയിലുള്ള അബൂ സുഫിയാൻ അടക്കം ദീനിലേക്ക് വന്നുകൊണ്ട് അവിടെ മുഴുവൻ അല്ലാഹു അംഗീകരിക്കുന്ന സത്യജനങ്ങളായി മാറുകയും ചെയ്ത, അതിനെ ഹേതുവാക്കി തീർത്ത ഒരു സംഭവമാണ് ബദർ ചരിത്രം എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ കേവലം ഈ ഒരു സംഘട്ടനമല്ല, ആ ഒരു സംഘട്ടനത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഈ സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന സ്വഹാബികൾ അനുഭവിച്ച ജീവിതത്തിലെ ത്യാഗങ്ങൾ, അവരുടെ സ്വത്ത്, അവരുടെ ജീവൻ, അവരുടെ നാട്, ഇതെല്ലാം വിശുദ്ധമായ ദീനിന് വേണ്ടി സമർപ്പിച്ചവരായിരുന്നു അവര്. ഇനി നമ്മൾ ചിന്തിക്കുക, നമുക്ക് സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ വരാൻ, നമുക്ക് ഖുർആൻ ഓതാൻ, നമുക്ക് ദീനി ക്ലാസ്സിന് വരാൻ, ദീനി പ്രബോധനം നടത്താൻ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഈ കേരളക്കരയിലെങ്കിലും നമുക്ക് ആരെയും പേടിക്കണ്ട. ഒരാളും നമ്മളെ ചോദ്യം ചെയ്യില്ല. നമ്മൾ നിസ്കരിച്ചത് കൊണ്ട് ഒരാളും നമ്മളോടൊന്നും പറയില്ല, ഖുർആൻ ഓതിയത് കൊണ്ട് പറയില്ല. എന്നാൽ ഇതൊക്കെ ചെയ്തത് കൊണ്ട് ആ നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ടി വന്ന ഒരു വിഭാഗം ഈമാനിന്റെ നിറകുടങ്ങളാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ അവരുടെ ഈ ഒരു മാതൃക ഫോളോ ചെയ്യാൻ കൂടെ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ആ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിലൂടെ ഈമാനികമായ ആവേശം അല്ലാഹു തആല നമുക്ക് തരികയും ഈമാൻ സലാമത്താക്കി മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ ഇതുവരെ ഞങ്ങൾ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഈ വിശുദ്ധ റമളാനിന്റെ സുന്ദരമായ പകലുകളിൽ മഹാന്മാരുടെ ചരിത്രം, അവർ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ അതൊക്കെ ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. അല്ലാഹുവേ അവരുടെ ഈമാൻ ഞങ്ങളുടെ ഖൽബിലേക്ക് നീ ഇട്ട് നൽകണേ റഹ്മാനേ. പ്രതിസന്ധികളിൽ തളരാതെ നിനക്ക് വഴിപ്പെടുന്നതിന് ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം തട്ടിമാറ്റി നിനക്ക് വഴിപ്പെടാനുള്ള ആ ഒരു ഈമാനിന്റെ ഖൽബ് ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ കഴിഞ്ഞ കാലങ്ങളിലൂടെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന പലരും വീടുകളിലും ഹോസ്പിറ്റലുകളിലും വിശ്രമത്തിലാണ്. അറ്റാക്ക് വന്നതായ ആളുകൾ, കാലിന് മുറിവ് പറ്റിയതായ ആളുകൾ പലരുമുണ്ട്. ഈ സദസ്സിലും രോഗികളുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനേ. മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കൊണ്ട് അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ നൽകി ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കരുതേ റഹ്മാനേ. അല്ലാഹുവേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ സദസ്സിലുണ്ടായിരുന്നവർ, ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളെ സ്നേഹിച്ചിരുന്നവർ, സഹായിച്ചിരുന്നവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉപ്പ, ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉമ്മ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവർ, അല്ലാഹുവേ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങളടക്കം പല പള്ളിക്കാടുകളിലായി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹുവേ അവർക്കൊക്കെ നീ അഫ്വ് ചെയ്യണേ റഹ്മാനേ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനേ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കാനുള്ളവരാണ്. ഞങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളെ, കുടുംബങ്ങളെ ഞങ്ങൾക്ക് നീ പ്രദാനം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആനെ നീ ഖബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ബദരീങ്ങളെ ആണ്ടിലേക്കും അതേപോലെ നോമ്പുതുറയിലേക്കും പള്ളിയുടെ ആ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലേക്കും ഒക്കെ ഒരുപാട് ആളുകൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരൊക്കെ നിനക്കറിയാം. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി ഗോൾഡിന്റെ ഒരു റിംഗ് അതിലേക്ക് നൽകുകയുണ്ടായി. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനേ. ഇത്രയും വില കൂടിയ സമയത്തും അതിലേക്ക് ചെയ്യാൻ മനസ്സ് കാണിച്ച അവരുടെ ആ ഒരു സംഭാവനയെ നീ ഖബൂലാക്കണേ റഹ്മാനേ. ഇനിയും അതിലേക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്യാനുള്ള തൗഫീഖ് നീ പ്രദാനം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ SSLC പരീക്ഷ, +2 ഡിഗ്രി പരീക്ഷകൾ നടക്കുന്ന സമയമാണ്. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ വിദ്യാർത്ഥിനികളെ പഠിച്ചത് ഓർമ്മയിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ അത് സ്കോർ ചെയ്യാനുള്ള ഫഹ്മ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനേ. അതിനാവശ്യമായ ഹലാലായ വരുമാനങ്ങൾ, തൊഴിലവസരങ്ങൾ, ഞങ്ങളുടെ കച്ചവടം, ബിസിനസ്, വീട്, വാഹനങ്ങൾ ഞങ്ങൾക്ക് നീ നൽകിയതിലെല്ലാം ബറക്കത്ത് നൽകണേ റഹ്മാനേ. അവസാനം ഞങ്ങൾ മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആഖിബത്ത് നന്നാക്കി വെള്ളിയാഴ്ച രാവിൽ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله അടുത്ത ഞായറാഴ്ച അവസാനത്തെ 10-ലാണ്. ഏകദേശം നോമ്പിന്റെ അവസാന ഭാഗത്തായിരിക്കും. അപ്പം നമുക്ക് കുറച്ച് ഇസ്തിഗ്ഫാറും തഹ്ലീലും തൗബയൊക്കെ ചെയ്ത് അടുത്ത ഞായറാഴ്ച ക്ലാസ് റമദാനിലുള്ളത് അവസാനിപ്പിക്കണം. എല്ലാ സഹോദര സഹോദരിമാരും പറ്റാവുന്നവരൊക്കെ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.